ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോഴേ ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. എല്ലാവരും ഇവിടെയൊക്കെ വന്ന് പോയി ഉദ്ഘാടനത്തിനൊക്കെ. ആലപ്പുഴ പെരുമ്പളം പാലത്തിൻ്റെ അടുത്താണ് നമ്മൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങോട്ട് രാവിലെ വീട്ടിൽ നിന്ന് വന്നത് വെളുപ്പിനെ ഒരു 4:45-5 മണിക്കൊക്കെ നമ്മളവിടെ സ്കൂട്ടർ എടുത്ത് പോകുന്നതാണ്. പക്ഷെ നമ്മൾ വന്നപ്പോൾ കുറച്ച് ദൂരം കൂടി പോയി തന്നെ എറണാകുളം തൃപ്പൂണിത്തറ വഴി കറങ്ങി വന്നേ. നമ്മൾ വരുവാണെങ്കിൽ ഈ കോട്ടയത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ചേർത്തല വഴി കയറി വരുന്ന ഏറ്റവും എളുപ്പം കേട്ടോ. അത് ഒറ്റ റോഡാണ്. നേരെ വന്നിട്ട് ഈ പമ്പനാമുറി എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്, അരിക്കുറ്റി. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് വരാവുന്ന വഴിയാണ്. അത് വന്നു കഴിയുമ്പോഴാണ് ഈ പെരുമ്പളം പാലത്തിന് എടുത്തിട്ട് വരുന്നത്. അപ്പം എല്ലാവരും ഇങ്ങനെ 7-ാം തീയതി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞാണല്ലോ. അപ്പോൾ നമ്മൾ ഒന്ന് വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പം നമുക്ക് ഈ ഇതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു നോക്കാം. ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. മുഖമൊക്കെ അങ്ങോട്ട് ചുളിഞ്ഞു പോവുക വർത്താനം പറയുമ്പോൾ തന്നെ. അതുപോലെ തീ ഇങ്ങോട്ട് ഇറങ്ങി വരികയല്ലേ, ആ ഒരു അവസ്ഥ അവിടെ. അത്രയ്ക്ക് ചൂടും വെയിലും ഉണ്ടേ. അപ്പോൾ എന്തായാലും നമുക്കിതെല്ലാം സഹിച്ച് ഇവിടുത്തെ ഈ കാഴ്ചകളെല്ലാം ഒന്ന് കാണാം. അക്കരയ്ക്ക് ഈ പാലത്തെ കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു തുരുത്താണ്, അത്ര ചെറുതല്ല. അവിടെ ഒരു പഞ്ചായത്തുണ്ട്. അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ സ്കൂളുണ്ട്, പള്ളിയുണ്ട്, അമ്പലമുണ്ട്. ഇതെല്ലാം നമുക്ക് പറ്റുന്നിടത്തോളം കുറേ കാഴ്ചകളൊക്കെ ആ തുരുത്തിൻ്റെ ഈ പാലത്തിൻ്റെയൊക്കെ ആയിട്ടൊന്ന് കണ്ടുവരാം. ഈ പാലത്തിൻ്റെ പണിക്കൊക്കെ വന്ന മെഷീനൊക്കെ ഈ കിടക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇതിൻ്റെ അപ്പുറത്തോട്ട് വല്ല കാഴ്ചകളും കിട്ടുമെന്ന് നോക്കാം. അവിടെ ആളുണ്ടോയെന്നറിയില്ല, നോക്കാം. എന്നാലും പാലത്തിൻ്റെ ചോട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയേ, ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെ ഇങ്ങനെ പാലം വളഞ്ഞ് അങ്ങ് അക്കരെ ആ തുരുത്തിലേക്ക് പോയി മുട്ടിരിക്കുന്നുണ്ടോ. അവിടെ ചെല്ലണം നമുക്ക്. അപ്പം നമുക്കേ ഇനിയിപ്പോൾ ഇവിടെ വന്ന് ഒത്തിരി കാണിച്ചിട്ട് കാര്യമില്ല, നല്ല വെയിലും ഒക്കെ അല്ലേ. നമുക്ക് ആ പാലത്തെ കൂടെ കയറി അങ്ങോട്ട് പോകാം കേട്ടോ. പോകുന്ന വഴിക്ക് ഈ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് പോകാവേ, അതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ പാലത്തിൽ നിന്നൊക്കെ കയറി ഇപ്പുറത്ത് പെരുമ്പളം ജംഗ്ഷനിലോട്ട് വന്നു കേട്ടോ. ഞാൻ ഇവിടെ ഒരു പുളിമരത്തിൻ്റെ ചോട്ടിലിങ്ങനെ, പുളിമരമാണെന്ന് തോന്നുന്നു, അതെ പുളിയാണെന്ന് തോന്നുന്നു, ആ പുളിമരം, അതിൻ്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഇച്ചിരി നല്ല തണുപ്പുണ്ട്, ബാക്കി എല്ലായിടത്തും ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് അവിടെ മുതൽ ഇങ്ങോട്ട് ഇറങ്ങിയിടം മുതൽ പാലത്തിൻ്റെ അവിടെ മുതൽ ഇങ്ങോട്ടുള്ള കാഴ്ചകൾ കണ്ടുവരാവേ. ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ അവരോട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്യാം. പെരുമ്പളം പാലം അങ്ങ് ദൂരെ കാണാം കേട്ടോ. അതുകൊണ്ടോ നമ്മൾ ആ പാലത്തെ കൂടെ ഇങ്ങോട്ട് വന്നതേ. ശരിക്കും പറഞ്ഞാൽ വണ്ടി ഓടിച്ചിട്ട് ദൂരം തിരിഞ്ഞില്ലെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. നല്ല നീളമാണ്, 1200 മീറ്റർ നീളമുണ്ട് ആ പാലത്തിന്. അപ്പോൾ അത് കടന്ന് നമ്മളിങ്ങ് വന്നു കഴിയുമ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഈ പെരുമ്പളം ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഫസ്റ്റിലെ ഇവിടെ കിട്ടുന്നത് നന്നൂൻ്റെ രുചിക്കൂട്ടെന്ന് പറഞ്ഞൊരു കടയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നാരങ്ങാവെള്ളം, പലഹാരങ്ങൾ, ഭക്ഷണ സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടോ? എല്ലാ ഐറ്റംസും ഉണ്ടോ കഴിക്കാൻ? എന്നൊക്കെ ഉള്ളത്? പൊറോട്ട ഉണ്ടാവും, ദോശ ഉണ്ടാവും, കപ്പ ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, എല്ലാം ഉണ്ടല്ലേ. പേരെന്താ ചേട്ടൻ്റെ? കണ്ണപ്പൻ. ഇവിടെ ഉള്ള ആൾ തന്നെയാണോ? അങ്ങോട്ട് പോയാൽ മതി. പെരുങ്ങോളത്തുള്ള ആൾ തന്നെയാ അല്ലേ? അവിടെ ചേട്ടനുണ്ട്. പിന്നെ ഇത് എന്താ ഏരിയ ഉണ്ട് ഇത്ര? ഈ സ്ഥലം കുറേ ദൂരം ഉണ്ടോ? 3.5 മൈലുണ്ട് ചുറ്റോടി ചുറ്റും, തെക്ക് വടക്കായിട്ട്. അങ്ങോട്ട് പോയാൽ എവിടെ പഞ്ചായത്തൊക്കെ ഉള്ളത്? അങ്ങോട്ട് ആ വലത്തെ സൈഡിലോട്ടാ. ഈ സൈഡിലോട്ടോ? അവിടെ ഒന്നുമില്ല. ആ പള്ളിയുള്ളോ? അമ്പലമുണ്ട് അല്ലേ? അമ്പലമുണ്ട്, കാവുണ്ടല്ലേ. അങ്ങനെ. അപ്പം ഞാനിവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാമെന്ന് വിചാരിച്ചു വന്നാൽ. ഇടുക്കിന്നാണ് വന്നേക്കുന്നത്. അങ്ങോട്ട് പോയാൽ മതി, അവിടെ കുറേ കാണാൻ. വലത് സൈഡിലോട്ട് പോയാൽ മതി അല്ലേ? അങ്ങോട്ടേ കാഴ്ചകളുള്ളൂ. സൗത്ത്. സൗത്തിലേക്ക് പോയാൽ മതി അല്ലേ? ചേട്ടൻ്റെ പേരെന്നാ? നാസർ. ഇവിടെ ജോലിയാ?
ആ ഹാ ഹാ കുക്കിംഗ് അല്ലേ? ആ ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ വരുന്നുണ്ടോ ഇത് കാണാൻ? വരുന്നുണ്ടല്ലേ? ആ ഈ പകല് ചൂടായോണ്ട് വരുന്നില്ല അല്ലേ? ആൾക്കാരുണ്ടാവും. ആ ഹാ ഹാ ശരി എന്നാൽ ഞങ്ങൾ അപ്പുറത്ത് പോയി കണ്ടിട്ട് വരാം. ആ പട്ടേകാട് നേരെ തെക്കോട്ട് പോയ ന്യൂ സൗത്ത് സൗത്ത് എല്ലാം ആ സൈഡിലോട്ട് ഉള്ളു അല്ലേ? അരോളങ്കര അമ്പലം, ആ പിന്നെ ന്യൂ സൗത്തിലേക്ക് പോകുമ്പോൾ മുസ്ലിം പള്ളി, ആ അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ വട്ടം കറങ്ങി വരാം. ചെറുള വഴി വടക്ക ഗവൺമെന്റ് ആശുപത്രിയാണ്. ആ ചെറുള വഴി അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ പഞ്ചായത്ത് ഓഫീസൊക്കെ ഈ വഴിക്കാണോ? എല്ലാം പഞ്ചായത്ത് എല്ലാം ഈ റൂട്ട് അങ്ങോട്ട് പോകുമ്പോൾ. ആ ശരി എന്നാൽ പോയിട്ട് വരാം. അപ്പം നമുക്കെന്നാൽ അപ്പുറത്തോട്ട് പോയി ആ കാഴ്ചകളൊക്കെ കണ്ടുവരാം കേട്ടോ. ഇവിടെ ഇപ്പം അവർ പറഞ്ഞ പോലെ വൈകിട്ടേ ഇവിടെ ആൾക്കാരുള്ളൂ, പകലങ്ങനെ ആളില്ലെന്നാണ് പറഞ്ഞത്, ചൂടൊക്കെ കാരണേ. എന്താ പറയുന്നു? ഞങ്ങൾ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പരിപാടിയായിട്ട് അങ്ങനെ വന്നതാ. ആ കച്ചവടമൊക്കെ ആയിരുന്നോ? ആ ഈ നാട്ടുകാരാണോ? ആ ആ അത് ശരി. ആ എങ്ങനെയുണ്ട് ഇപ്പം പാലമൊക്കെ വന്നാൽ പിന്നെ? അടിപൊളി, കുഴപ്പമില്ല. നമ്മളെ ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പെട്ട് വരുന്നല്ലേ? ആ എന്നാ ജോലിയാ? ഞങ്ങൾ രണ്ടുപേരും പോലീസിലായിരുന്നു. ആ റിട്ടയർഡ് ആയിട്ട് നിൽക്കുമോ അല്ലേ? ആ അപ്പോൾ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അതെന്തെങ്കിലും ഉദ്ഘാടനമൊക്കെ ചെയ്തൊന്ന് കണ്ടിട്ട് ഒക്കെ പോയേക്കാന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ പോകുന്നു. ശരി എന്നാൽ പോയിട്ട് വരാം. അപ്പം നമുക്ക് ഈ വഴിക്കുള്ള ആൾക്കാരൊക്കെ കണ്ടും കേട്ടും ഓരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചൊക്കെ പോകാം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇടത്തോട്ടല്ല വലത്തോട്ടാണ് പോകേണ്ടതെന്ന് അവർ പറയുന്നത്. ഇതെന്തുമായിരുന്നു ചേട്ടാ? അറിയില്ല അല്ലേ? ആ ഇവിടെ വന്നാണ്. ആ അപ്പോൾ ഇവിടെ ഒരു ഘട്ടം കണ്ടോ, അതെന്താണെന്ന് ഞാൻ ചോദിക്കുമായിരുന്നേ. അപ്പോൾ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ വന്നത് ഇവിടുത്തുകാരായിരിക്കില്ല. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് കാണാനൊക്കെ ഇവിടെ ഒത്തിരി പേര് ഇപ്പോൾ വരുന്നുണ്ടേ. അപ്പോൾ ഇവിടുത്തുകാരാണോ അല്ലാത്തവരാണോ എന്ന് നമുക്കറിയത്തില്ല. ഇതൊരു ഹോം സ്റ്റേ ആണ്. അതിനകത്ത് രാപ്പകൽ ഹോം സ്റ്റേ അതാണിത്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഇതാ ഇവിടെ ഒരു പടക്കൽ സ്റ്റോർ എന്ന് പറയുന്ന സ്റ്റോറൊക്കെ ഉണ്ട്. ചേച്ചി എന്നാ ഉണ്ട്? ഞങ്ങളിങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നതാ. കട്ടപ്പനന്നാ വന്നേ. ആ പേരെന്നാ? ആ എന്നാ കടയാണോ? ആ എങ്ങനെയുണ്ട് പാലമൊക്കെ ഉദ്ഘാടനം ചെയ്ത പിന്നെ ആൾക്കാരൊക്കെ കൂടുതൽ വരുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമായി. ആ ആ അതെ അതെ. ആ ഹാപ്പിയാണ് കാരണം ഗതാഗത സൗകര്യമായി ടൗണിലേക്കൊക്കെ പോകാൻ. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? മറ്റേ ബോട്ടല്ലായിരുന്നു? ഇതിനു മുമ്പ് ആദ്യമേ വഞ്ചിക്ക് പോയി, പിന്നെ ബോട്ടിന് പോയി. ബോട്ട് കെട്ടി എവിടെയാ? 4 വശമുണ്ട്. 4 വശം ഉണ്ടല്ലോ. ആ സൈഡിലും ഉണ്ടല്ലേ? ആ സൈഡിലും ഉണ്ട്. ആ അങ്ങോട്ട് കാഴ്ചകൾ വല്ലതും ഉണ്ടോ? ആ ഭാഗത്തോട്ട് ആൾക്കാരുള്ള റോഡും ഉണ്ട്. ഉണ്ട്. ഈ സൈഡിലോട്ടാണോ കൂടുതലും? ഇങ്ങോട്ടായത് കൂടുതലും? പഞ്ചായത്ത്. സ്കൂളൊക്കെ എവിടെയാ? ഇങ്ങോട്ട് പോകണം അല്ലേ? ആ എല്ലാ സൗകര്യവും. ഇത് ഇത്രയും 10-12,000 ആൾക്കാരുണ്ടല്ലേ? കട്ടപ്പന ടൗണിൽ തന്നെ ഇപ്പോൾ താമസിക്കുന്നത്. അതെ അതെ. പേരെന്നാ? ഉഷ. ആ ഇവിടെ തന്നെ ജനിച്ചു വളർന്നാ? ആ തെക്ക് സൗത്ത് അങ്ങോട്ടല്ലേ? ആ ഇത് നോർത്ത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നോർത്തിലല്ലേ? ആ ശരിയാണ്. ഞാനൊന്ന് കണ്ടു വരാം ഇവിടെ ഒക്കെ. ആ ആ കാണാം. ആ ആ ആ അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിട്ട് വരാം. നമുക്ക് അവരുടെ പച്ചക്കറിക്കട ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇവരുടെ പച്ചക്കറിക്കട. എല്ലാത്തരം പച്ചക്കറികളും ഉണ്ട് കേട്ടോ. തക്കാളി, കോവയ്ക്ക, വെണ്ടയ്ക്ക, പയറ് മേടിക്കാൻ വന്ന് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ഒരു ഹോട്ടലും ഉണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ വൈകിട്ടാണ് ആളൊക്കെ വരുന്നത് കൂടുതലും. നമ്മുടെ വണ്ടി ഇരിക്കുന്ന അങ്ങോട്ട് ആ ഭാഗത്തേക്ക് അധികം കാഴ്ചകളില്ല. ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ കുറച്ച് ചേട്ടന്മാരിപ്പോൾ നമുക്ക് ഇവരെ കൊണ്ടൊന്ന് ഇവരെന്നാ പറയുന്നത് ചോദിക്കാം അല്ലേ? പുറത്തുനിന്ന് വന്നോണ്ടാണോ? ചേട്ടന്മാരെ എന്നാ പറയുന്നു? ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയായിട്ടൊക്കെ എന്നെ ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ ഈ പാലമൊക്കെ ഉദ്ഘാടനം ചെയ്തെന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നാൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്നൊക്കെ വെച്ച് വന്നാൽ. ഞാൻ കട്ടപ്പനയാണ്, ഇടുക്കിന്നാണ് വരുന്നത്. ആ ആ ഇവിടെ ഉള്ളവരാണോ എല്ലാവരും? ആ പുറത്ത് വന്നാ. ആ ഇവരിവിടെ ഉള്ളവരാ. ആ കുഴപ്പമില്ല. ആരായാലും പേരെന്നാന്നേ? എൻ്റെ ഒരു അഗസ്റ്റിൻ. ഇവിടെ കാണാൻ വേണ്ടി വന്നതാണ്. പാലം ഉദ്ഘാടനം ചെയ്തല്ലേ? ആ രൂപ മുടക്കി ചെയ്തല്ലേ? ഒന്ന് കണ്ടിട്ടും പോകുന്ന. എത്ര കോടി രൂപ മുടക്കേ? 108 കോടി.
100 കോടി 108 അല്ലേ? ആ പേരെന്നാ? ജോണി ജോണി. ഇവിടെ ഉള്ള ആൾ തന്നെയാണോ? ജോണി നെല്ലിക്കൽ. ജോണി നെല്ലിക്കൽ, അരൂര്. ഇവിടെയാണ് താമസിക്കുന്നത്? അക്കരെയാണോ? പള്ളിയുടെ പുറകിൽ തന്നെ. പള്ളിയുടെ പുറകിലല്ലേ? ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്? ഇവിടെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ അപ്പുറത്ത് പോയി കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആസ്പത്രി വാദിക്കെ പോയി. പിന്നെ ഇവിടെ വന്ന് ഇവിടെ പുളി ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. അപ്പൊ ഇച്ചിരി പുളി കിട്ടും, മേടിച്ചോണ്ട് പോയിരുന്നൊക്കെ. അപ്പൊ അവിടെ ഒരു പുളിമരം, വലിയൊരു മരം കുറെ ഉണ്ടല്ലേ? ചേട്ടൻ്റെ പേരെന്നാ? ഇവിടെ ഉള്ളതാണോ? അപ്പുറത്തോട്ട് മാറി അല്ലേ? പെരുമ്പോളത്ത് തന്നെ. ഇവിടുത്തെ കടക്കാരൻ ചേട്ടൻ ഇതാണോ? ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് സുധീർ. സുധീർ. എന്താ ചായക്കടയൊക്കെ? നിൽക്കുവാ അല്ലേ? അപ്പൊ ഞാനിവിടെ ഒക്കെ കാണാൻ വന്ന, അപ്പൊ പരിചയപ്പെട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്താണ് ചെറുകടി കിടക്കുന്നത് അലമാരില്? പുട്ടുണ്ട്, പത്തിരി, മുട്ട, എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? പിന്നെ നാരങ്ങാവെള്ളമൊക്കെ അല്ലേ? ഞങ്ങൾ കുടിക്കാം. വരുന്നോ? പയ്യനും ഉണ്ടോ അവിടെ? ഇപ്പൊ വരാം. അണ്ണൻ്റെ പേരെന്നാ? എന്റെ പേര് അജയൻ. അജയൻ. എവിടെ താമസിക്കുന്നത്? എന്റെ വീട് ഈ പെരുമ്പളം തന്നെ? പെരുമ്പളം. അപ്പൊ ഓഡിറ്റോറിയത്തിന് അപ്പുറത്താണോ? ആണല്ലേ? ഇവിടെ എന്തായാലും ജനങ്ങൾ താമസമുണ്ട്? 10,000 ചില്ല. അപ്പൊ എത്ര കുടുംബക്കാർ കാണും? കണക്കിൽ 2,500. പിന്നെ ഇനിയിപ്പോ പുതിയതായിട്ടൊക്കെ വന്നോണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഏരിയ ഉണ്ട് ഈ സ്ഥലം? ഒരുപാട് ഏരിയ ഉണ്ടല്ലോ. 7 പിന്നെ ഇവിടെ 1 കിലോമീറ്റർ കണക്ക് റോഡ് പറയുകയാണെങ്കിലോ? 10 കിലോമീറ്ററോളം വരും. 7 മൊത്തം വരികയാണ്. 8-8.5 കിലോമീറ്ററോളം ഉണ്ടല്ലേ? ഇങ്ങനെ ഇതിലെ പോയിട്ട് അതിലെ പോയിട്ട് ഇങ്ങോട്ട് വരും അല്ലേ? ഇങ്ങനെ പോയിട്ട് അങ്ങനെ വഴിയില്ല. ഇങ്ങനെ തന്നെ പോയി ഇങ്ങനെ തന്നെ വരണം. അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് കായലല്ലോ, അങ്ങോട്ട് വഴിയില്ലല്ലോ. അല്ല, ഈ പഞ്ചായത്തൊക്കെ ഇരിക്കുന്ന അങ്ങോട്ടാണല്ലോ? തെക്കോട്ട്. ആ വഴിക്ക് പോയാൽ ഈ വഴിയാ തിരിച്ച് കറങ്ങി വരാമോ? ഇങ്ങനെ തന്നെ പിന്നെ വരാം. പിന്നെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് പോകണം? എങ്ങനെ വേണേലും പോവാം. ആണല്ലേ? എന്നാൽ ഞങ്ങൾ ഇവിടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് ചോദിച്ചിട്ട്. ഇവിടെ അങ്ങോട്ട് പോയിട്ട് വടക്കേ അറ്റം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബോട്ട് കെട്ടിയൊക്കെ ഉണ്ടോ? അവിടെ ബോട്ട് കെട്ടി പുറത്താണ്. അവിടെ ഈ മറ്റേ ഇത് വന്നുകൊണ്ടിരുന്നത് എവിടെയായിരുന്നു? നമ്മുടെ എന്താ മറ്റേ ജങ്കാർ വരുന്നത് എവിടെയായിരുന്നു? ജങ്കാർ അവിടെയാണ്. അങ്ങനെ തെക്കേറ്റം. മാർക്കറ്റ് ഉണ്ടാകും അപ്പുറത്ത് ഉണ്ടല്ലേ? മാർക്കറ്റ് ഒന്നുമില്ല. മാർക്കറ്റ് കെട്ടി. പണ്ടത്തെ മാർക്കറ്റ് കെട്ടിയെന്ന് മാർക്കറ്റ് എന്നുള്ള പേര് വെച്ചിട്ട് മാർക്കറ്റ് കെട്ടിയാവും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണുന്ന എറണാകുളം ജില്ലയുടെ വടക്കേറ്റം അല്ലേ? തെക്കേറ്റം. എറണാകുളം ജില്ലയുടെ തെക്കേറ്റം. ശരി. അപ്പോൾ ഇവിടെ ഒത്തിരി കാഴ്ചകളുണ്ട് കേട്ടോ. നമുക്ക് അതെല്ലാം ഒന്ന് കാണാവേ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ല മനോഹരമായൊരു വീട് ഉണ്ടോ. ഇവിടെ ഒരു പുളിമരം ഉണ്ട് കേട്ടോ. ഈ പുളിമരത്തിൻ്റെ കീഴാണ്. അവർ പറഞ്ഞില്ല ഇവിടെ ഒത്തിരി പുളി ഉണ്ടെന്ന്. പുളി കൂടുതലുള്ള സ്ഥലം ഇവിടെ. അപ്പോൾ ഈ ചേച്ചി നമുക്കൊന്ന് പരിചയപ്പെട്ടു പോവാം. പേരെന്നാന്നേ? ശാന്ത. ഇതാണോ വീടല്ലേ? പിള്ളേരൊക്കെ എന്ത് ചെയ്യേ? പണിക്ക് പോയി. അപ്പോൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുക. ഞങ്ങളിവിടെ ഒക്കെ കാണാൻ വേണ്ടി വന്നതാണേ. ഒന്ന് കണ്ട് സംസാരിച്ചിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ എന്നാ പുളിയാണോ കൂടുതലും ഉള്ളത്? പുളിമരം ഉണ്ടോ കുറേ? ഇവിടെ ഉണ്ട് അല്ലേ? പ്ലാവുണ്ട്. പ്ലാവേ ചക്കയുണ്ട് അല്ലേ? ഇതല്ലേ ചക്കയൊക്കെ കിടക്കുക നോക്കി പ്ലാവേൽ. നമ്മുടെ അവിടെ ചക്ക ആയിട്ടില്ല കേട്ടോ. ഇവിടങ്ങളിലൊക്കെ ചക്കയായി. ഞങ്ങൾ ഇടുക്കിയില്ല. അപ്പോൾ കണ്ടത് സന്തോഷം. അപ്പം നമുക്ക് ഈ സൈഡിലോട്ട് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ. ഇതിൻ്റെ ഈ ഭാഗത്തോടെ കുറച്ചൊന്ന് പോയിട്ട് വരാം. ഇവിടെ പല പല ഈ പാർട്ടിക്കാരുടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് എന്നോട് വഴക്കിന് പറയില്ല ആരുവേ. അത് അവിടെ ഒരു വീടുണ്ട്. ആ ചേച്ചി എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇവിടെ അങ്ങനെ കുറേ വീടുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടെ കണിക്കൊന്നൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് ഈ ഓഡിറ്റോറിയം ഇങ്ങനെ കാണാം. KEP സ്മാരക ഓഡിറ്റോറിയം, ജനകീയ ആസൂത്രണത്തിൻ്റെ പദ്ധതിയായിട്ട്. KEP നല്ല എഴുതിയിരിക്കുന്നത്. അല്ല, ശ്രീനാരായണ ഓഡിറ്റോറിയം കേട്ടോ. എനിക്ക് തെറ്റിപ്പോയേ. അവിടെ വായിച്ചത് തെറ്റിപ്പോയതാണ്. ശ്രീനാരായണ ഓഡിറ്റോറിയം ഇത് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ കുറേ വീടുകളുണ്ട്. വലിയ വീടുകളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. അതുപോലെ തന്നെ ചെറിയ വീടുകൾ. അവിടെ ഒരു കണിക്കൊന്ന പൂ നിൽക്കുന്നുണ്ട്. ശ്രീനാരായണ ഓഡിറ്റോറിയം മാത്രമല്ല, ചെറിയ അമ്പലമൊക്കെ അങ്ങനെ ഉണ്ട്. അതുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം നമുക്ക് ആരെങ്കിലും കാണും. അവിടെ ഒരു ബാലവാടിയുണ്ട്. അതൊരു ബാലവാടിയാണ്, അങ്കണവാടി. നല്ലൊരു കണിക്കൊന്ന പൂത്ത് നിൽക്കുന്നു. നോക്കിയേ, എന്ത് ഭംഗിയാണ് കാണാനല്ലേ. ഇനിയിപ്പോൾ വിഷുക്കാലമൊക്കെ ആയി വരുമല്ലേ, അതിൻ്റെയാണ്. അപ്പോൾ ഇത് അവിടം വരെ ആ റോഡുള്ളൂ കേട്ടോ. അവിടം കൊണ്ട് അത് ക്ലോസ് ആണേ. അപ്പം നമുക്കിനി അപ്പുറത്തോട്ട് തിരിച്ചു പോകാം കേട്ടോ. തിരിച്ചു പോയിട്ട്
എന്താ അങ്ങേ സൈഡിൽ കൂടെ ഉള്ളത്. അപ്പോൾ ഇവർ തെക്കോട്ടെന്നും വടക്കോട്ടെന്നും ഒക്കെ ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ വന്ന വഴിക്ക് വലത് സൈഡിലേക്കുള്ള റോഡുണ്ട്. ആ റോഡിന് പോയാൽ കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞേ. സ്കൂള്, അതുപോലെ പഞ്ചായത്ത് ഓഫീസ്, പിന്നെ പഴയ ബോട്ട് കെട്ടി, അങ്ങനെ കുറേ കാഴ്ചകളുണ്ട്. അതല്ല അവിടെ പോയി കണ്ടിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്കല്ല വന്നോട്ടെ, ഞാൻ സ്കൂട്ടർ എടുത്ത് നമ്മുടെ പയ്യനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് വന്നത്. അവിടെ ഒരു വീടുണ്ട് കേട്ടോ, ഈ പുളിമരത്തിൻ്റെ ഇടയ്ക്ക് പലതരം വളംപുളിയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വരുന്ന വഴിക്കൊരു ചെറിയ അമ്പലം കണ്ടു കേട്ടോ, എന്താ ഇവിടെ. പിന്നെ അതിനോട് ചേർന്നൊരു ആൽമരമൊക്കെ ഉണ്ട്, ഭംഗിയുണ്ട് കാണാൻ. അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ സർപ്പക്കാവ് പോലെയൊക്കെ ഉണ്ട് ഇതാ അമ്പലത്തിൻ്റെ അടുത്തായിട്ട്. മൊത്തത്തിൽ കുറേ ഭംഗിയുള്ള കാഴ്ചകൾ. ഒരു പച്ചക്കറി വണ്ടി ഈ വഴിക്ക് കിട്ടി കേട്ടോ. പച്ചക്കറിയൊക്കെ വിറ്റ് തീർന്നോ? തുടങ്ങിയതേ ഉള്ളൂ അല്ലേ? എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? ഇത് കണ്ടോ, ഈ വണ്ടിയിൽ തക്കാളി, ക്യാബേജ്, വള്ളിപ്പയർ, വാഴയ്ക്ക, കൂർക്ക, എല്ലാ ഐറ്റംസും. ഇങ്ങനെ വീടുകൾ ഇപ്പോൾ വിളിച്ചു പറയേണ്ട കാര്യമില്ല, ഇതാണ് പരിപാടി. അപ്പം നമ്മളെ ഈ ചേട്ടൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണേ. അപ്പോൾ ചേട്ടൻ്റെ വീട് ഇതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെങ്ങനെയാണ് പറഞ്ഞേ? എൻ്റെ പേര് രവി. രവി, ഇതാണ് വീട് അല്ലേ? ഇതാണ്. അപ്പോൾ ഈ പെരുമ്പളത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ? ഇവിടെ ജനിച്ചു വളർന്ന ആളല്ലേ? 75 വയസ്സുണ്ട്. 75 വയസ്സുണ്ട് ഇപ്പോൾ. അത് ശരി. എന്തായിരുന്നു ജോലി? ജോലി എനിക്ക് പ്രത്യേകിച്ച് കമ്പനി വർക്കായിരുന്നു. മക്കൾക്ക് ജോലിയുണ്ട്. മക്കളൊരാൾ വാട്ടർ അതോറിറ്റിയിലും ഒരാൾ PWD-യിലും. അങ്ങനെ. പിന്നെ എന്തൊക്കെയുണ്ട് പെരുമ്പളത്തെ പറ്റി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും? പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലതേ പറയാനുള്ളത്. നല്ല ഗ്രാമം, നല്ല മനുഷ്യർ, ഒരു വഴക്കില്ല, വർഗീയതയില്ല, ഒന്നുമില്ലാത്തൊരു ഗ്രാമമാണ്. ആരും എല്ലാവരുമായിട്ടും വലിയ സൗഹാർദ്ദത്തിൽ പോകുന്ന സ്ഥലം. ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളും പള്ളികളും എല്ലാം ഉണ്ട്. ഇവിടെ ഒത്തിരി അമ്പലം പള്ളികളും ഉണ്ട് ഇതിനകത്ത്. ഒത്തിരി അമ്പലം. പള്ളി മുസ്ലിം പള്ളി ഒരെണ്ണം, ക്രിസ്ത്യൻ പള്ളി 2 എണ്ണം, മറ്റു ക്ഷേത്രങ്ങൾ പറയുന്നുണ്ടല്ലേ. പിന്നെ നമ്മുടെ ഈ തുള്ളൽ സർപ്പങ്ങളുമായിട്ടുള്ള ഒത്തിരി ഇടപാട് ഇവിടെ ഉണ്ട്. സർപ്പക്കാവുകളല്ലേ? സർപ്പക്കാവ് ഇഷ്ടംപോലെ വലിയ വലിയ കാവുകൾ, ഒരു 10-22 സ്ഥലത്ത് ഈ സർപ്പ തുള്ളലൊക്കെ ഉണ്ട്. ആണല്ലേ? ഈ ഇതിങ്ങനെ ഒരു തുരുത്തായിട്ട് കിടക്കുന്ന സ്ഥലമാണോ? തുരുത്താണ്. ചുറ്റോട് ചുറ്റും വെള്ളം. അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ വെള്ളം ഇങ്ങോട്ട് കയറി വരുമോ? മഴക്കാലത്ത് വെള്ളം ഇന്ന് വരെയും പൊങ്ങിയിട്ടില്ല. ഇനി ഈ കഴിഞ്ഞ ഫ്ലഡൊന്നും ഇങ്ങോട്ട് വന്നില്ല. പിന്നെ ഇവിടുത്തെ വെള്ളം അതിശുദ്ധമായ വെള്ളം ആണല്ലേ? സ്വല്പം ഞങ്ങൾക്ക് ബോർവെല്ലുണ്ട്, ജപ്പാൻ വെള്ളമുണ്ട് ഇവിടെ. ബോർവെൽ വെള്ളമൊക്കെ നമുക്ക് ലൈവായിട്ട് കുടിക്കാം. ആണല്ലേ? അതാണ് ഈ കരയുടെ ഗുണം. 4 ദിവസം ഉപ്പ് കയറും, പക്ഷെ ഇവിടെ ഒരു വെള്ളി ഉപ്പ് വരികയില്ല. അപ്പോൾ എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കണം. അപ്പോൾ നമുക്ക് മക്കളുടെ ക്വാർട്ടേഴ്സ് കടവന്ത്ര അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് വന്നാ അല്ലേ? വീടെടുക്കാലോ അല്ലേ? വീടെടുക്കാലോ. അപ്പോൾ നമുക്ക് ഒരു വീടും കൂടെ കാണാം കേട്ടോ. പിള്ളേരുടെ കളിപ്പാട്ടമൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നാ. പോയി. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം. കളിപ്പാട്ടമൊക്കെ നിരത്തിയിട്ടിരിക്കട്ടോ, സൈക്കിളൊക്കെ മറിച്ചിട്ടിരിക്കുക കേട്ടോ, എല്ലാം തകർത്ത് വാരിയിട്ടിരിക്കുക പുള്ളിക്കാരി. ഇതാരതല്ല ഇങ്ങനെ നിരത്തിയേ? കൊച്ചാണോ നിരത്തിയേ? ഇങ്ങ് വന്നേ ചോദിക്കട്ടെ, ഇങ്ങ് വന്നേ. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് അങ്ങോട്ട് പോയി കാഴ്ചകളൊക്കെ കണ്ടുവരാം കേട്ടോ. ഇത് നല്ലോണം ദാഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗ്ലാസ് വെള്ളം മൊത്തം കുടിച്ചു. ചാറോ കുടിച്ചേക്കാം. നല്ല വെയിലാണ് പുറത്തേ. അപ്പോൾ മുകളിലോട്ട് പോയാൽ നമുക്കൊരു വ്യൂവും പുറത്തോട്ട് കാണാമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ നമുക്കത് കണ്ടുവരാം. അപ്പോൾ ഈ ഡോർ തുറന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അവിടെ നിന്ന്
നല്ല അടിപൊളി വ്യൂ ആട്ടോ, ചുറ്റോടി കിട്ടും കേട്ടോ. ഇതൊരു കാണ്ട കാഴ്ച തന്നെയാണ്. ഈ ഗ്രാമത്തിൻ്റെ കുറേ ഭാഗങ്ങൾ നമുക്കിങ്ങനെ കാണാം. പിന്നെ ഇവിടെയൊക്കെ അറിയാമല്ലോ, വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. ആലപ്പുഴ ജില്ലയല്ലേ, വെള്ളമല്ലേ ഏറ്റവും കൂടുതലുള്ളൂ. കണ്ടോ, അങ്ങോട്ടൊക്കെ നമ്മളാ വന്ന റോഡും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഉണ്ട് ഇവിടെ. ഇത് അങ്ങോട്ട് അപ്പുറത്തെ വീടുകളൊക്കെ കാണാം. ചെറിയ വാഴത്തോട്ടങ്ങൾ, തെങ്ങും തോട്ടം. തെങ്ങാണ് എല്ലായിടത്തും ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എടുക്കാമായിരുന്നു. അപ്പം നമുക്ക് ഈ ബാക്ക് വശത്ത് ഒരു ബോട്ട് ജെട്ടി ഉണ്ട് കേട്ടോ, അതൊന്ന് പോയി കണ്ടിട്ട് വരാവേ. അപ്പോഴവിടെയാണ് ബോട്ട് ജെട്ടി ഉള്ളൂ കേട്ടോ. ഇവിടെ 2 പേര് കിടക്കുന്ന കാരണം അങ്ങോട്ട് പോകാനൊരു മടി. അങ്ങോട്ട് പോയാൽ ആ കായലിൻ്റെ കുറേ കാഴ്ചകളൊക്കെ അവിടെ നിന്ന് അങ്ങനെ കാണാം നമുക്ക്. അതാണ് അങ്ങനെ നമ്മൾ ബോട്ട് ജെട്ടി കാണാൻ വേണ്ടി പോട്ടോ. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയാൽ ഇത് കണ്ടോ, ഇവിടെ കായലിങ്ങനെ ഇത്രയും ഇങ്ങനെ കയറി കിടപ്പുണ്ട്. അതായത് തോണിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ ആൾക്കാരുണ്ട്. അവിടെയൊക്കെ നല്ല തണലൊക്കെ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഒരു 4-5 ട്രിപ്പൊക്കെ ബോട്ട് വരുന്നതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇല്ല ബോട്ട്. പിന്നെ കായലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് കാണാം കേട്ടോ. ഇവിടെ ഒരു മീനൊക്കെ ഉണ്ടല്ലേ. എന്നാ മീനാ ഉള്ളേ? ചെമ്മീൻ. ചെമ്മീൻ കാണാമല്ലേ. അപ്പോൾ ചെമ്മീൻ കിള്ളുന്നതൊക്കെ കണ്ടോളൂ. ഇതൊക്കെ അപൂർവമായ കാഴ്ചകളാണ് നമുക്കൊക്കെ. ഞങ്ങൾ കട്ടപ്പന, ഇടുക്കി. അവിടെ ചെമ്മീനില്ല. ഈ കായലിൽ നിന്ന് പിടിക്കുന്നതാണോ? ആന്ധ്രയിൽ നിന്ന് കൊണ്ടിരുന്നതാണോ? എന്നിട്ട് നിങ്ങളിങ്ങനെ കിള്ളി അതിനെ വൃത്തിയാക്കി എടുക്കും. അതിൻ്റെ പരിപ്പ് ഇതാണല്ലേ. ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബോട്ട് ജെട്ടിയിൽ കയറി നോക്കാം. പക്ഷേ ഇവിടെ ബോട്ടില്ല. ബോട്ട് വരുവാണെങ്കിൽ കാക്കച്ചികളൊക്കെ ഇരിക്കുന്നുണ്ട്. അവർക്കൊരു പേടിയില്ല കേട്ടോ. ഓക്കെ, വേമ്പനാട്ട് കായൽ. ഇതുകൊണ്ട് പാലം അവിടെ കണ്ടോ, പാലം. നല്ല രസമല്ലേ. അങ്ങേറ്റത്തോട്ട് ആ പാലത്തെ കൂടെ നമ്മളിങ്ങോട്ട് വന്നേ. തിരിച്ചു പോകണമെങ്കിൽ അതിൽ തന്നെ പോകണം കേട്ടോ. അവിടെ ഒരാൾ മീൻ പിടിക്കുന്നുണ്ടേ. കണ്ടോ മീൻ പിടിക്കുന്നത്. ആ വീടിൻ്റെ അവിടെ അതങ്ങനെ ഒരു കായലിനോട് ചേർന്ന് തട്ട് പോലെയാണ്. ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങിയിരിക്കുന്നു നോക്കി. അങ്ങനെ അങ്ങോട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടോ ആ സൈഡെല്ലാം ഉണ്ട് അവിടെ കായലിനോട് ചേർന്നങ്ങനെ. ഈ തുരുത്തിൻ്റെ നീളം കണ്ടോ, അങ്ങ് അറ്റം വരെ കിടക്കുന്ന നോക്കി. തോണിയൊക്കെ കിടക്കുന്ന മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ബോട്ട് സർവീസ് എറണാകുളത്തിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ ബോട്ട് സർവീസ് ഉള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ബോട്ടൊന്നും ഇല്ലായിരുന്നു ബോട്ട് ജെട്ടിയിൽ. അപ്പോൾ അപ്പുറത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ എവിടുന്നേലും ബോട്ട് കാണാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഇവിടെ ചെറവറ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് ബോട്ട് ജെട്ടികൾ അങ്ങോട്ടൊക്കെ ഉണ്ടേ. ഇതുണ്ട് ഇവിടെ നല്ലൊരു കണിക്കൊന്ന ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ നോക്കി. സ്കൂളിൽ പോകുന്ന ബാക്കി സൈക്കിളിൽ പോയി എടുത്തോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ഗുരുമന്ദിരം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അമ്പലങ്ങൾ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാ ഇവിടെ ഒരു പഞ്ചായത്ത് ഡിസ്പെൻസറി
സാംസ്കാരിക നിലയം ഒക്കെ കൂടെയാണ് ഇത്. സിദ്ധ ഡിസ്പെൻസറി പെരുമ്പളം, സാംസ്കാരിക നിലയം എല്ലാം കൂടെ കൂടിയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ അവിടെ ഒരു ഓടിട്ട വീടൊക്കെ കാണാം. ബ്യൂട്ടി പാർലറൊക്കെ ഉണ്ട് കേട്ടോ. പെരുമ്പളം സർവീസ് സഹകരണ ബാങ്ക്, അങ്ങനെ കുറേ കാഴ്ചകൾ ഇവിടെ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. അവിടെയൊക്കെ കണ്ടോ പഴയ മോഡൽ ഓടിട്ട വീടുകളൊക്കെ കാണാം. ഇല്ല, ചേട്ടന്മാരൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. എന്നാലും നമ്മളിവിടെ വന്നല്ലേ. ഇവിടെ ഒരു കടയാണല്ലേ. കടയാണ്. ചേട്ടാ എന്നാ ഉണ്ട്? ചുമ്മാ ഇരിക്കണോ? ഞങ്ങളിവിടെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഒന്ന് പരിചയപ്പെട്ടൊക്കെ പോകുമെന്ന് വിചാരിച്ചു. പേരെന്നാ? ഞങ്ങൾ കട്ടപ്പനയാണ്. സാജൻ ഇവിടെ തന്നെയാണോ? എന്നാ ജോലിയൊക്കെ? പെയിൻറ്റിങ് പണി. ഇന്ന് പോയില്ല? അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഗ്രാമങ്ങൾ ഇവിടെ കാണാനായിട്ട് എനിക്ക് വരുമായിരുന്നു. ഇവിടെ ചെറിയ കടയുണ്ട്. ഇതാ കടയിലെ ചേട്ടനെ പരിചയപ്പെട്ട് പോകാം. ചേട്ടാ പേരെന്നാ? പേര്? പത്മനാഭൻ. കടയാ. ഞങ്ങളിവിടെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ പരിചയപ്പെട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ശരി എന്നാൽ. നല്ല ഭംഗിയുള്ളൊരു വീട്, പക്ഷേ ഷീറ്റൊക്കെ ഇട്ട് മറച്ച് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചെറുക്കനോട് ഞാൻ പറഞ്ഞേ തൽക്കാലം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞേ. അവനോട് ആ സൈഡിൽ കൊണ്ട് പോകാൻ പറഞ്ഞു. ഈ സൈഡിൽ ഇത് ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ ഒരു ക്ലിനിക്കൽ ലബോറട്ടറി ഒക്കെ ഉണ്ട്. ഒരു ചെറിയ ജംഗ്ഷനാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു ജംഗ്ഷനിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇവിടുത്തെ ഹോസ്പിറ്റൽ, തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത്, ആരോഗ്യ കേരളം. ഇവിടെ ഒരു കോഫി ബാറുണ്ട്, അവിടെ ഒരു കൂൾ ബാറുണ്ട്. അങ്ങനെ കുറച്ച് കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടും ഉണ്ട്, അങ്ങോട്ടൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. സാമൂഹിക ആരോഗ്യ കേന്ദ്രം പെരുമ്പളം ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്തെ ഫ്രണ്ട് വശമാണ് നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്. പെരുമ്പളത്തെ കാഴ്ചകൾ. ഇവിടെ നമുക്ക് സംസാരിക്കാൻ ആരെയും കിട്ടിയില്ല. ഒരു നമ്മൾ ആൾക്കാരെയൊക്കെ കണ്ട വിശേഷങ്ങളൊക്കെ ചോദിച്ചാണ് പോരുന്നത്. ഇവിടെ കണ്ടോ കുറച്ച് കടകളിങ്ങനെ കാണാം നമുക്ക് കേട്ടോ. ഒരു പ്രത്യേക രസമുണ്ട്, കാഴ്ചയുണ്ട് ഇത് കാണാനായിട്ട്. നോക്കി ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ മറച്ച് കെട്ടിയുണ്ടാക്കിയ കടകൾ. പക്ഷേ അതിപ്പോൾ തുറന്നിട്ടില്ല. ഇനി ഇവിടെ ഒരു കട തുറന്നിട്ടുണ്ട്. ഈ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പോവാം. ചേട്ടാ എന്നാണ്ട്? ഞങ്ങളിവിടെ കാണാൻ വേണ്ടി വന്നു. അപ്പോൾ നിങ്ങളെ കൂടെ ഒക്കെ ചോദിച്ചു പോലെ വിശേഷമൊക്കെ അറിഞ്ഞു പോകാമെന്ന് ചോദിച്ചു അങ്ങനെ വന്നാ. പേരെന്നാ? രാജേന്ദ്രൻ. ഇവിടെ തന്നെ ഉള്ളതാണോ? കടയല്ലേ? ഇപ്പോൾ ഈ സമയത്ത് ആളില്ല അല്ലേ? വൈകുന്നേരം ആണോ? കുറേ ആൾക്കാരുള്ള മേഖലയാ ആണല്ലേ? ഇത് നൈറ്റ് കടയാണോ വൈകുന്നേരം? അപ്പോൾ ആൾക്കാർ ഇങ്ങോട്ടൊക്കെ കയറി വരും അല്ലേ? അത് ശരി. ഞാനിങ്ങനെ പറഞ്ഞു വരുമോ നീ കട തുറന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞേ. ആണോ? കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയല്ലേ? ഇവിടെ ഇതുപോലെ ഒത്തിരി പഴയ വീടുകളുണ്ടല്ലേ? ആണല്ലേ? എന്നാ പറയുന്നു? ഞങ്ങളിവിടെ കാണാൻ വേണ്ടി വന്നാ. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ ഒന്ന് കൂട്ടി കണ്ടൊക്കെ പോയേക്കാന്ന് വെച്ചാൽ. കട്ടപ്പനയാണോ? കട്ടപ്പന. അവിടെ നിന്ന് വന്നാ. നാടൻ പഴക്കുറകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ജങ്കാർ ജെട്ടിയുണ്ട്, അത് കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണേ. ഇതാണ് കേട്ടോ സർപ്പക്കാവ്. ഇവിടെ കുറേ സർപ്പക്കാവുകളും അമ്പലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതിനോട് ചേർന്നൊരു അമ്പലമുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു കണിക്കൊന്നൊക്കെ പൂത്ത് നിൽക്കുന്നത്. ജങ്കാർ ജെട്ടി അവിടെയാണ് കേട്ടോ. അതുകൊണ്ടോ നല്ലൊരു വ്യൂ അങ്ങോട്ടെ. നമുക്ക് അവിടെ ചെന്ന് നോക്കാം. അതൊരു ജംഗ്ഷനാണേ. അവിടെ നമ്മളിങ്ങോട്ട് കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു സപ്ലിക്കോഡ് ഒരു സ്റ്റോറൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിതാ ഈ ജങ്കാർ ജെട്ടിയിലേക്ക് പോകാം കേട്ടോ. ഇവിടെയാണ് ജങ്കാർ ജെട്ടിയുള്ളത്. ഒരു ഓട്ടോ സ്റ്റാൻഡ്,
3-4 ഓട്ടോകളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ ഒരു മെഡിക്കൽ ലബോറട്ടറി ഉണ്ട്. ചേട്ടന്മാരെ എന്നാ പറയുന്നു? ചുമ്മായിക്കാണോ? ഞങ്ങളിവിടെ കാണാൻ വേണ്ടി വന്നായിരുന്നേ. ഞങ്ങൾ കട്ടപ്പന. ആ, വെളുപ്പിനെ അവിടെ നിന്ന് പോകുന്നു. ഇവിടെ താമസിക്കുന്നുണ്ടോ? പെരുമ്പളത്തുണ്ടല്ലേ. പേരെന്നാ? ബിജു. ബിജു ഇപ്പോൾ അവിടെ ഇതുണ്ടോ? ജങ്കാറൊക്കെ വരുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, നിർത്തിയല്ലേ. അപ്പോൾ ഇപ്പോൾ അവിടെ ചുമ്മാ കാണാമെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അവിടെ ഇറങ്ങിപ്പോവോ? കയറിപ്പോ? ബോട്ടുണ്ടോ അവിടെ അല്ലേ? ഇപ്പോൾ വരാനുണ്ട്. ശരി, എന്നാൽ പോയിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ ബോട്ടൊക്കെ വരാനുണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബോട്ടിൻ്റെ കാഴ്ചകളൊക്കെ കാണാമല്ലേ. പിള്ളേരൊക്കെ ഉണ്ട് കുറച്ച് അതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്നാ പറയുന്നു? ഞങ്ങളിവിടെ കാണാൻ വേണ്ടി വന്നായിരുന്നേ. അപ്പോൾ കണ്ടൊന്ന് ഇപ്പോൾ അതെ ചുമ്മാ ബോട്ടിലിരിക്കുകയാണോ? കാണാൻ വേണ്ടി വന്നല്ലേ? അപ്പുറത്ത് തന്നെ. അക്കരയാണോ? അക്കരെ. ഇവിടെയല്ല. കട്ടപ്പന. ഞങ്ങളവിടെ നിന്ന് ഞാൻ ഈ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ അതിനൊക്കെ ആയിട്ട് അങ്ങനെ എടുത്ത് ഇതൊക്കെ പാലം ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ നടത്തി. ശരി. പ്രസാദം ബേക്കറി അത് പടച്ചിട്ടിരിക്കുക. ബോട്ടിയെട്ടി അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ജങ്കാർ അവിടെ കിടപ്പുണ്ടേ. ഈ കിടക്കുന്നതാണ് ജങ്കാർ എന്ന് പറഞ്ഞ സാധനം. ഇക്കരയിൽ നിന്ന് വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ ഉപയോഗിക്കുന്നൊരു വെള്ളത്തിൽ കൂടെ ഉള്ളൊരു വാഹനം. അറിയാലോ അല്ലേ? ഇവിടെ നിന്നാൽ നല്ല കാറ്റ് കിട്ടുമേ കായലിൽ നിന്നിങ്ങനെ. അവിടെ കുറേ തോണിയൊക്കെ കിടപ്പുണ്ട്. മീൻപിടുത്തത്തിന് വെള്ളമാണ്. പിള്ളേരായിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു ബോട്ട് വരാനുണ്ട്. ആ ബോട്ട് വരാൻ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാം കേട്ടോ. ജങ്കാർ കിടക്കുന്നേക്ക് വലിയ വാഹനങ്ങളൊക്കെ ഇതിൽ കൊണ്ടുവരും. പാലം ഉദ്ഘാടനം കഴിഞ്ഞതോടുകൂടി ജങ്കാർ സർവീസ് നിർത്തി എന്നാണ് പറഞ്ഞത്. ഇവിടേക്കാണ് കേട്ടോ ബോട്ട് വരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ചേർക്കും. ഞങ്ങൾ മറ്റേ ആലപ്പുഴ ബോട്ട് യാത്രയൊക്കെ പോയില്ലേ, അതുപോലെ കായലിലെ വെള്ളം ഇങ്ങനെ ഓളം നിൽക്കുന്ന നോക്കി. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ആ പാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കേട്ടോ, കുറേ വർഷം ഓടിയിട്ട് ആ ജങ്കാർ ഇങ്ങനെ പണിമുടക്കി കിടക്കുകയാണ് കേട്ടോ. പണിമുടക്കിയതല്ല, അതിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ ഇവിടെ വരില്ല. കാരണം അപ്പുറത്തൂടെ വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ട് വരാമല്ലോ ഇവിടെ ഉള്ളവരുടെ പാലത്തെ കൂടെ. ആ പാലത്തിൻ്റെ ആർച്ച് ഞാൻ സൂം ചെയ്ത് നോക്കിയാണേ. 3 ആർച്ചുണ്ട് കേട്ടോ. രാത്രി കാണാൻ ഭയങ്കര ഭംഗിയാണ്, ലൈറ്റൊക്കെ കത്തി ഇങ്ങനെ കിടക്കുമ്പോൾ. ഒരു ചേട്ടനെ മീൻ പിടിക്കാൻ വേണ്ടി വലയിടുന്ന നോക്കി, വല റെഡിയാക്കുമോ എന്തൊക്കെ പരിപാടികളാണ്. കുറേ പിള്ളേരുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്നത്. ഇവരെല്ലാം ബോട്ട് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക കേട്ടോ. പക്ഷേ ബോട്ട് കുറച്ച് നേരമായി വരുമെന്ന് പറഞ്ഞാൽ വന്നില്ല. മീൻപിടുത്തം ഒരു കലയാണ് കേട്ടോ. അല്ല, അവിടെ പുള്ളി ഇറങ്ങിയിരിക്കുവാണോ വള്ളത്തിൽ നിന്ന്? അവിടെ അത്ര വെള്ളം ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെ ഒക്കെ പോയി നിന്നാണ്ട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ. ഒരു തോണി അവിടെ കയറ്റി വെച്ചേക്കുന്നുണ്ടോ. ഇപ്പം നമ്മൾ അപ്പുറം കണ്ട ചേട്ടനാണ് തോണി കഴിഞ്ഞ് പോകുന്നത്. ഇങ്ങനെ പറവൂരിൽ നിന്ന് ബോട്ടതാ വരുന്നത്. ആ പാലത്തിനടിയിൽ കൂടെ കയറി വരുവാണ്. പാലത്തിനടിയിൽ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞു. ബോട്ടിൽ കയറാനുള്ള ആൾക്കാർ. ബോട്ടങ്ങനെ ഏകദേശം ഇവിടെ അടുത്തെത്തി കേട്ടോ. ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ബോട്ടിൽ കയറാനുള്ളതാണ്. ബോട്ടിലാണ് കാര്യമായിട്ട് ആളില്ല. ഈ സൈക്കിളും ആ ബോട്ടിൽ കയറി പോകാനുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന പിള്ളേരെയും ആൾക്കാരെ എല്ലാം എടുത്ത് ബോട്ട് മെല്ലെ തിരിച്ച് യാത്ര ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ പനാവലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. പറവൂരിൽ നിന്ന് വന്നിട്ട്
അപ്പോൾ ബോട്ട് പോയി കേട്ടോ. നമുക്കും വല്ല റോട്ടിലോട്ട് പോകാവേ. അവിടെ ഒരു ഹോട്ടൽ കണ്ടായിരുന്നു, അവിടെ കഴിഞ്ഞ വല്ല ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോവാം. ഇവിടെ കുറേ മരങ്ങളും ഒക്കെ ആയിട്ടേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ പറഞ്ഞ ആ ബേക്കറി തുറന്നിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കണ്ടപ്പോൾ അടച്ചിട്ടിരിക്കുന്നു. ഇവിടെ റോഡ് മാർഗം വന്നാലും ബോട്ട് സർവീസ് നടക്കും കേട്ടോ. കാരണം വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ ഇവർക്ക്. ബോട്ട് സർവീസ് എന്തായാലും ഉണ്ടാവും. ഇതിലിങ്ങനെ പോയാൽ അവിടെ ഒരു ചെറിയ അമ്പലം കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ അമ്പലങ്ങൾ ഒരുപാടുണ്ട്, കാവുകളും അമ്പലങ്ങളും. ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്, ഒരു കുളമൊക്കെ ഉണ്ട് നോക്കി, ക്ഷേത്രക്കുളം. ഒത്തിരി ഏരിയ ഇല്ലാത്ത സ്ഥലമാണെങ്കിലും ഉണ്ടല്ലോ, കാണാൻ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലം തന്നെ ഇവിടെ. കണ്ടോ ഒരു അമ്പലമൊക്കെ. അവിടെ ഒരു ഹോട്ടൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അവിടെ പോയി ഇച്ചിരി ഭക്ഷണം കഴിക്കാവേ. ഇവിടെ മസ്റ്റായിട്ട് സൈക്കിളുണ്ട് കേട്ടോ, എല്ലാവർക്കും സൈക്കിളുണ്ട്. ഒരു കിണർ കണ്ടോ പഴയ കാലത്തെ. ഇവിടുത്തെ വെള്ളം ഭയങ്കര ശുദ്ധമായ വെള്ളമാണ്. അപ്പുറത്ത് ആ ചേട്ടൻ നമ്മളോട് പറഞ്ഞില്ല, വീട്ടിൽ കയറി, പുള്ളിയുടെ പേരും മറന്നു പോയല്ലോ. ഇവിടുത്തെ ഓരോ പഴയ മോഡൽ കെട്ടിടങ്ങളൊക്കെ കണ്ടോ. അവിടെ ഒരു കടയുണ്ട്, നമുക്ക് അവിടെ കയറി സ്വല്പം ഊണൊക്കെ കഴിച്ചിട്ട് പോവാം. വീട്ടിൽ ഊണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വഴിക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് തിരിച്ചു വരാവേ. ഇനി മുന്നിലൊരു സ്കൂളുണ്ട് കേട്ടോ. നമ്മൾ ആ സ്കൂള് കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ടെന്നാണ് പറഞ്ഞത്, 1-2 പള്ളിയുണ്ട്, അതും കാണണം. ഇവിടെ ഹൈടെക് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ പെരുമ്പളം സ്കൂള്, ഗവൺമെൻറ് HSS VHSS ഗോൾഡൻ ജൂബിലി ഗേറ്റായത്. ഇത് 1964 സ്കൂളാണേ. ഇപ്പോൾ സ്കൂള് അങ്ങോട്ടേക്ക് നമുക്ക് കാണാം. സ്കൂള് LP സ്കൂളും ഒക്കെ ഉണ്ട് അവിടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ, പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട്. ഇതിൻ്റെ ഏത് സൈഡിൽ നിന്ന് അതിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഇതുണ്ടോ, ഇതാ ഇവിടെ ഇന്ന് കുറേയൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ പെരുമ്പളം ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് ഇത് കേട്ടോ. വില്ലേജ് ഓഫീസ് ഇവിടെ കാണാവേ, ഈ കാണുന്നത്. ഇവിടെ നോക്കി നല്ല ഭംഗിയുള്ളൊരു കടയുണ്ടേ, പച്ച പെയിൻ്റൊക്കെ അടിച്ചിട്ട്. ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറിയൊക്കെ അപ്പുറത്തുണ്ടേ. പിന്നെ ഈ പഞ്ചായത്ത് കോമ്പൗണ്ടിൻ്റെ വെളിയിലായിട്ടൊരു കുടിവെള്ള പദ്ധതിയുണ്ട്, ഒരു വാട്ടർ ടാങ്കൊക്കെ, നല്ലൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഈ കടയിലേക്ക് നല്ല നാടൻ ചീരയൊക്കെ ഉണ്ടോ. ഈ പെരുമ്പളം പഞ്ചായത്തിലെ മൊത്തത്തിൽ 14 വാർഡുണ്ട് കേട്ടോ. നമ്മുടെ കാഞ്ചാർ പഞ്ചായത്തിൽ എത്ര ഇപ്പോൾ 14 ആയിരുന്നു, ഇപ്പോൾ അത് 15 ആയി. അത്രയും വാർഡാണ് ഇതിനകത്തുള്ളത്. അവിടെ പൊളിഞ്ഞു കിടക്കുന്നൊരു കെട്ടിടമൊക്കെ കാണാവേ. തൊട്ടിപ്പുറത്തൊരു ചെറിയ പച്ചക്കറിത്തോട്ടം നമുക്ക് കാണാം കേട്ടോ. അതിനകത്ത് വന്നിട്ട് കുക്കമ്പറൊക്കെ ഉണ്ട്, കുക്കമ്പറൊക്കെ കൃഷി ചെയ്തിരിക്കുന്നു. അങ്ങനെ പയർ ഐറ്റംസ് ഉണ്ട്, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ പച്ചക്കറി തോട്ടത്തിലെ ഇവിടെ നല്ല വിളവ് ഉണ്ടാകുന്ന നല്ല മണ്ണൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞ് ഇതൊരു തുരുത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വരികയില്ല. നമ്മളല്ലാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുള്ളൂ. ഇത് കണ്ടോ ഒരു പച്ചക്കറി തോട്ടം. ഇതിനകത്ത് അത്യാവശ്യം അതുണ്ടോ, വെണ്ടയൊക്കെ ഉണ്ട് കേട്ടോ. വെണ്ടയുണ്ട്, പയറുണ്ട്, കുക്കമ്പറുണ്ട്, ഒത്തിരി ഐറ്റംസ് ഉണ്ട്. കോവലിൻ്റെ പന്തൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് പഞ്ചായത്ത് ഇട്ടതാണോ എന്തോ അറിയത്തില്ല. പുളിമരം ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പൂക്കൾ വരെ ഉണ്ടേ. അപ്പോൾ ഇവിടെ എന്നാന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കാണിക്കാൻ പറ്റിയ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടേ. കാരണം നമ്മളിത് ഒത്തിരി ദൂരത്തിലല്ലേ വന്നേക്കുന്നത്. അപ്പം കാണാൻ പറ്റുന്ന കാഴ്ചകളിൽ ഈ തുരുത്തിൻ്റെ ഉള്ളിൽ ഒക്കെ നമുക്ക് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ ആയുർവേദ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഇതാ, നമ്മൾ അപ്പുറത്തെ പഞ്ചായത്തിൻ്റെ അവിടെ ഒരു ബോർഡ് കണ്ടില്ലായിരുന്നു, ഇതാണ് കേട്ടോ. ഇതിന് ചുറ്റിനും കുറേ ആയുർവേദ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വളരെ മനോഹരമായ മറ്റൊരു കാഴ്ചയുണ്ട്. വായനശാല, ഗ്രന്ഥശാല ഒക്കെ ആയിട്ട് ഒരു ലൈബ്രറി, പഞ്ചായത്തിൻ്റെ പോസ്റ്റ് ഓഫീസും ഉണ്ട്, പെരുമ്പളം പോസ്റ്റ് ഓഫീസ്. എല്ലാം കൂടെ ഈ ഒരു കെട്ടിടത്തിലാണേ. കണ്ടോ ഒരുപാട് ഭംഗിയുണ്ടല്ലോ. ഈ ഒരു ഒത്തിരി വർഷം പഴക്കമുണ്ട് ഇതിന്. ഇവിടെ നോക്കിയേ, ഈ ഒരു മരം നിറച്ചിങ്ങനെ പൂത്ത് ക്രിസ്മസ് ട്രീ പോലെയൊക്കെ അന്ന് അലങ്കരിച്ച ഒരു ക്രിസ്മസിനെ ആ നക്ഷത്രമൊന്നും മാറ്റിയിട്ടില്ലേ.
മഞ്ഞപ്പൂ ഇങ്ങനെ വിതറി കിടക്കാം ഇവിടെ. പണ്ടുണ്ടാക്കിയൊരു ശില്പം. ഇതിവിടുത്തെ റേഷൻ കടയാട്ടോ. ഇതിനകത്ത് വേറെ റേഷൻ കടയുണ്ട്, ഒരെണ്ണമല്ല, പെരുമ്പുളം. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഒരു കാഴ്ച കണ്ടേ, ഇവിടെയും ഈ പൊളിഞ്ഞ് പോയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ആളില്ലാത്ത വീടുകളൊക്കെ. ഇതിൻ്റെ ഉള്ളിലൊരു വീട് കിടക്കുന്നുണ്ടോ, നല്ല വീടാണ്, പക്ഷെ പറഞ്ഞിട്ടല്ലേ ഇതുണ്ട്, ഇതിനകത്ത് ആൾക്കാരൊന്നും ഇല്ല. നോക്കി, വളരെ മനോഹരമായൊരു വീട്. പഴയ വീടുകൾ ഇനിയുണ്ട് കേട്ടോ, അതുകൊണ്ടോ വീട്, ഒരു പഴയ വീട് നോക്കി. നമ്മൾ ഒരു ചേട്ടനെ കൊണ്ട് പരിചയപ്പെടുവാണേ. ചേട്ടാ പേരനാ? എൻ്റെ പേര് മണിക്കൂട്ടൻ. മണിക്കൂട്ടൻ. എവിടെ വീട്? ഇവിടെ തന്നെ. ഇതാണോ വീട് പണിഞ്ഞുകൊണ്ടിരിക്കുവാണോ ഈ വീട്? ഇത് ചേട്ടൻ്റെ വീടാണ് പണിയുന്നത്? ആ ഹാ ഹാ ഹാ. എന്നാ പണിയൊക്കെ, ജോലി എന്താ? ഐലൻഡിൽ ചോട്ടുപണിയായിരുന്നു, അവിടെ നിന്ന് പോകുന്നു. ഐലൻഡിൽ അവിടെ നിന്ന് പോകുന്നല്ലേ? പെൻഷനായിട്ട് പോകും. അപ്പോൾ വീടൊക്കെ വെച്ചേക്കാന്ന് വെച്ചല്ലേ ഇനിയല്ലേ? ആ. ഇവിടെ എത്ര വർഷങ്ങളായിട്ട് ആൾക്കാർ താമസിക്കുന്നുണ്ട്? ഞാൻ പിന്നെ അച്ഛൻ്റെ കാലം തൊട്ട് താമസിക്കുന്നത്. എനിക്ക് 59 വയസ്സായി. അപ്പോൾ അച്ഛന് ഒരു 86 വയസ്സ് കഴിഞ്ഞാണ് അച്ഛൻ മരിച്ചത്. അതിന് മുമ്പുള്ള അച്ഛനുണ്ടല്ലോ. ആണല്ലേ? പിന്നെ 150 വർഷമൊക്കെ മേളിലൊക്കെ ഉണ്ടാകും. ആണല്ലേ? ആ, അത്രയും പഴക്കമുണ്ടല്ലേ? അതാ ഇവിടെ ചില വീടുകളൊക്കെ കാണുമ്പോൾ ഒരുപാട് പഴക്കമുള്ള വീടുകളാണ്. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇനി കവല വല്ലതും ഉണ്ടോ? ജെട്ടിയാ? ഒട്ടിയെട്ടി ഒരെണ്ണം അവിടെ കിട്ടി, ഇനിയിപ്പോൾ അത് എടുക്കുന്നില്ല. എല്ലായിടത്തും ഉണ്ട്. ആ, ചുറ്റോടി കിട്ടും അല്ലേ? ഇതിന് ചുറ്റോടി കിട്ടും, വെള്ളമാ അല്ലേ? ആ, വേമ്പനാട്ടുകാല ഇതിന് ചുറ്റോടി കിട്ടും. പാലം പുതിയതായിട്ട് വന്നതുകൊണ്ട് ആ, ഇനി ബസ്സൊക്കെ ആവുമോ ഇങ്ങോട്ട്? ബസ് വരുന്നുണ്ടല്ലേ? അപ്പോൾ ബോട്ടിൻ്റെ ആവശ്യം കുറയും അല്ലേ? ബോട്ട് കുറയും. ഷോർട്ട് കട്ടായിട്ട് പോകാൻ ബോട്ട് ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് പോകാൻ ഇവിടുത്തെ ചേട്ടിയാണ് എളുപ്പം. ഇവിടുന്ന് പോകുന്ന അസുഖം പാണവളിക്ക് പോകണമെങ്കിൽ പൂത്തോട്ടേക്ക് പോകണമെങ്കിൽ ബോട്ടിൽ തന്നെ പോകണം അല്ലേ? പാലം വന്നേക്കുന്നത് ഇപ്പോൾ വടനിലക്കാണല്ലോ. ആ, വടനിലക്ക. അത് എറണാകുളത്തേക്ക് പോകാനൊക്കെ സുഖം. ശരി എന്നാ കയറ്റാണല്ലോ. ആ ആ. അപ്പോൾ ഇനിയൊരു പാലം കൂടി വന്നാൽ അതിൻ്റെ കറക്റ്റ് ആവും. ഒരു പാലം കൂടെ വരണം അല്ലേ? എന്നാലും ഇങ്ങോട്ട് ശരിക്ക് ഗതാഗതം ആവുള്ളൂ. വേറൊരു കരയെങ്കിലും നോക്കണമല്ലോ. ആ, പൂത്തോട്ടെ കോട്ടയം വൈക്കം അങ്ങനെയുള്ള പോവാം, തൃപ്പൂണിത്തുറയൊക്കെ. ആ ആ, ആ വഴിക്ക് അതിന് പോവാം. ഇതിപ്പോൾ നേരെ എറണാകുളം അല്ലെങ്കിൽ ആലപ്പുഴ അങ്ങനെ പോകാൻ. ആ, അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോൾ ചേട്ടൻ വരണമെന്ന് പറഞ്ഞാൽ മണിക്കൂട്ടനല്ലേ? മണിക്കൂട്ടൻ ചേട്ടനോ? ചേട്ടാ, ഇവിടെ ഈ വെള്ളം പൊങ്ങി വരുമല്ലേ കായലിലെ? പൊങ്ങി വരുമോ? പൊങ്ങി ഇങ്ങോട്ട് ഇതിനകത്ത് കരയിലോട്ട് കയറുമോ? കയറൂല. കയറിയില്ല. അതിൻ്റെ കാരണം എന്നാ കയറില്ലാത്ത? നമ്മുടെ ഇപ്പോൾ കായലിനേലും മുകളിലാണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത്. ആ, അപ്പം അത് തന്നെയല്ല, ചുറ്റോട് ചുറ്റും കായലാണ്. ആ, ഒരു ശകലമെങ്കിലും കയറണമെങ്കിൽ ഒരുപാട് വെള്ളം വേണം. ഒരുപാട് വെള്ളം വേണം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാൽ, സുനാമി വന്നിട്ട് പോലും ഇവിടെ കയറിയിട്ടില്ല. ആ, സുനാമി വന്നിട്ട് ഒരുപാട് വെള്ളം കയറിയില്ല. ചേട്ടനിപ്പോൾ മണ്ണിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞല്ലോ, അതിനാ? ഈ പഞ്ചസാര മണ്ണാണ് നമ്മുടെ. ആ, അതിനകത്തേക്ക് കായൽ വെള്ളം വെള്ളം കയറിയല്ല. ഇനിയിപ്പം ഒരു മഴ പെയ്താൽ 2 മിനിറ്റ് കൊണ്ട് വെള്ളം ഒഴിപ്പോവും അല്ലേ? എൻ്റെ ഒരു വലിയ സംശയമായിരുന്നു അത്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ കായലുമായിട്ട് ഒരു ടച്ചപ്പായി കിടക്കുമല്ലേ, വലിയ പൊക്ക വ്യത്യാസം കാണുന്നില്ല. എന്നാലും പൊക്കമുണ്ട്. പിന്നെ അതിനെല്ലാം കായലിൽ നിന്നുള്ള ഓരോന്നും കയറിയല്ല. വെള്ളത്തിന് ഉപ്പുരസം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. നല്ല വെള്ളം. അത് ശരി. എവിടെ കുഴിച്ചാലും കായലിന്റെ പറ്റ കുഴിച്ചാലും നല്ല വെള്ളം. കുഴൽക്കിണറാണോ മറ്റേ കിണറാണോ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? ആ, എല്ലാ വീട്ടിലും ജപ്പാനും ഉണ്ട്. കുഴപ്പമില്ല. ശരി, ഓക്കെ. ജീവിക്കാൻ ഏറ്റവും നല്ല നാടായത്. ആണല്ലേ? വേറെ ശല്യമൊന്നും? വേറൊരു ശല്യവും ഇല്ല. ഇനിയിപ്പോ പാലം വന്നേക്കൊണ്ടുകൊണ്ട് ഇച്ചിരി ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ വരും. അത്രേ ഉള്ളു ശല്യം, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മള് വേറെ പ്രചാരത്തിനും പോകുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം നമ്മള് റിസോർട്ടുകളൊക്കെ വരുമായിരിക്കും. ഇവിടെ ഇഷ്ടംപോലെ വന്നെന്താന്ന് പറയാനുണ്ട്. ഈ അയൽവക്കത്തൊക്കെ സ്ഥലം എടുത്തിട്ടേക്കാണ്. ഒരുപാട് സ്ഥലം എടുത്ത് ഇട്ടിട്ടുണ്ട് എറണാകുളത്ത് ഉണ്ടല്ലേ? ഇതിന് മുമ്പ് എടുത്തിട്ടേക്കണത്. ശരി എന്നാ, ഓക്കെ. അപ്പോൾ പെരുമ്പളത്തെ മുസ്ലിം ദേവാലയം ഇതാണ് കേട്ടോ. ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ദൂരം കറങ്ങി ഇങ്ങോട്ട് വന്നതേ. ഓഫ് റോഡ് പോലത്തെ റോഡൊക്കെ കറങ്ങി തിരിഞ്ഞ്. നമുക്ക് മറ്റുള്ള ക്രിസ്ത്യൻ പള്ളി അമ്പലമൊക്കെ ഒരുപാട് കിട്ടി. അപ്പോൾ ഈ ഒരു മുസ്ലിം ദേവാലയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഇവിടെ കേട്ടോ. ഈ പള്ളി ഇരിക്കുന്ന ചുറ്റുപാട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണേ കണ്ടോ. തെങ്ങും തോട്ടവും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ അതവരുടെ ഒരു മരിച്ചടക്കൊക്കെ നടത്തുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞാനൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ. ഈ ഒരു ഗ്രാമത്തിൽ നമ്മൾ വന്നിടത്തൊന്നും വേസ്റ്റോ പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. നമ്മളിങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഇടാതെ ഇരിക്കുക, പരമാവധി കൊണ്ടുവരാതെ ഇരിക്കുക. അതാണ് അതിനുള്ളൊരു മാർഗ്ഗമുള്ളൂ. ഇനിയിപ്പോൾ പാലത്തിൻ്റെ പണിയൊക്കെ തീർന്നുകൊണ്ട് ആൾക്കാരൊക്കെ ഇക്കര കടന്ന് ഇങ്ങോട്ട് ഒരുപാട് ആൾക്കാർ വരും കാണാനൊക്കെ ആയിട്ടേ. അപ്പോൾ കുപ്പിവെള്ളത്തിൻ്റെയും ഇതിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ ആയിട്ട് പ്ലാസ്റ്റിക് കൂടുകളെല്ലാം ഇട്ട് ഈ ഒരു ഗ്രാമം പഞ്ചായത്ത് നശിപ്പിക്കാതെ ഇരിക്കുക.
അപ്പം നമ്മളിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഹരിതസംഘത്തിൻ്റെ ചേച്ചിമാരൊക്കെ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. എന്നാണ്ട് വിശേഷമൊക്കെ? അങ്ങനെ പോന്നു. ഞാനിത് കണ്ടപ്പോൾ ആലോചിച്ചൊരു കാര്യമായിരുന്നേ. ഇപ്പോൾ പാലത്തിൻ്റെ പണിയൊക്കെ തീർന്നല്ലോ, അപ്പോൾ ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ എണ്ണം കൂടുമല്ലേ, അപ്പോൾ നിങ്ങളുടെ പണിയും കൂടുമല്ലോ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കൂടുമായിരിക്കും അല്ലേ? ആ, ചിലപ്പോൾ അല്ല, അവർ വെള്ളവും കുപ്പിയൊക്കെ കൊണ്ടുവരുമല്ലേ. ഞാൻ അതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ അവിടുന്ന് പറഞ്ഞു വരുമായിരുന്നേ. ഇവിടെ കൊണ്ടുവന്ന ആവശ്യമില്ല, വലിച്ചെറിയൊക്കെ ചെയ്യരുത് കേട്ടോ എന്നൊക്കെ. ഇല്ല അല്ലേ? റോഡ് സൈഡൊക്കെ ക്ലീൻ ആക്കാറുണ്ട്, മറ്റേ തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാറുണ്ട് മാസത്തിലൊക്കെ. ആ, അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ കുറച്ച് കിട്ടും. ഇങ്ങനെ വഴി കിടക്കുന്നൊക്കെ കുറേയൊക്കെ കിട്ടുമല്ലേ? അല്ല, എൻ്റെ വീടുകളിൽ നിന്ന് കിട്ടണം ഞങ്ങൾക്ക്. വീടുകളിൽ നിന്ന്. വഴികളിൽ അങ്ങനെ ഇല്ലല്ലോ അല്ലേ, അധികം ആൾക്കാർ വരാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇനി ആൾക്കാർ കയറി വരുമല്ലോ അന്നേരം, അപ്പം നിങ്ങൾക്ക് പണി കൂടുമല്ലേ ഇത്. ശരി എന്നാൽ. ഇവിടെ ഇതാ ഹരിതസംഘത്തിൻ്റെ ബോക്സൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ വഴി തന്നെ നോക്കിക്കേ, ഇവിടെ അധികം വേസ്റ്റ് ഒന്നും കാണാനില്ല, നല്ല ഭംഗിയുള്ള വഴി, പൂച്ചെടികളൊക്കെ ആയിട്ട്. പിന്നെ നമുക്കിവിടെ വരുന്ന വഴിക്ക് നമ്മുടെ വണ്ടിക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്, 2 വീലർ ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, വർക്ക്ഷോപ്പൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു ഇക്കോ ഷോപ്പൊക്കെ ഇവിടെ കാണാവേ. ഇതുണ്ടോ, പെരുമ്പളം ബാങ്കിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു നല്ലൊരു മനോഹരമായൊരു സ്ഥാപനം. ഇപ്പം നമ്മളെ പെരുമ്പളം മെയിൻ ജംഗ്ഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ചുറ്റുപാടും കുറച്ച് കാഴ്ചകളുണ്ടേ, അതെന്താണ് നമുക്കൊന്ന് കണ്ടുവരാവേ. ഇതൊരു 3 കൂടി കവല ഇവിടെ കേട്ടോ. നമ്മൾ ആ ഒരു വഴിക്ക് നിന്നാണ് ചോറും തൊട്ടൊക്കെ ഇങ്ങോട്ട് വന്നതും, പിന്നീട് മുസ്ലിം ദേവാലയം കാണാൻ പോയതൊക്കെ ആ ഒരു വഴിക്ക് അങ്ങനെയാണ്. അപ്പോഴാണ് ഇവിടുത്തെ പഞ്ചായത്ത് ഓഫീസൊക്കെ ആ വഴിക്കാണുള്ളത്. ഇവിടെ മെയിനായിട്ട് കാണാനുണ്ട്, ഇവിടെ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡ് പോലത്തെ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ ബസ്സൊക്കെ ഇങ്ങോട്ടാവുമായിരിക്കും, കുറച്ച് കടകമ്പോളങ്ങളും മറ്റു കാര്യങ്ങളും. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പെരുമ്പളം, അതിൻ്റെ ഒരു കാഴ്ച നമുക്കിവിടെ ഇങ്ങനെ കാണാം. ദേവസ്വം ഓഫീസ്, അരയക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പെരുമ്പളം. അപ്പോൾ പെരുമ്പളംകാരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. പെരുമ്പളത്തിൻ്റെ മെയിനായിട്ടൊരു ജംഗ്ഷനാണിത് കേട്ടോ. അതിൻ്റെ അപ്പുറത്താണ് നമ്മൾ നേരത്തെ ഉണ്ട് സ്കൂളൊക്കെ ഉള്ളത്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. എന്നാ പറയുന്നു, ചുമ്മാ ഇരിക്കണോ? ഞാൻ ചെറിയ യൂട്യൂബ് ചാനലിൻ്റെ ഒക്കെ പരിപാടിയാണ്. അങ്ങനെ ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയൊക്കെ വന്നായിരുന്നു. പേരെന്നാ? എന്നാ ജോലി? ഓട്ടോ ആവല്ലേ. നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട്? പാലം ഓപ്പൺ ആയില്ലേ, അത് നല്ല വിശേഷമല്ലേ? അപ്പം ജനസാന്ദ്രമൊക്കെ പിന്നെയും കൂടി കിട്ടുമല്ലേ, ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതൊക്കെ. ചായക്കട ഇവിടുത്തെയാണ് നിങ്ങളെ? അപ്പോൾ എന്നാൽ ശരി. പേരെന്തായിരുന്നു? സജീഷ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ മറ്റു കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാ അവിടെ ആ ഒരു മെയിൻ ജംഗ്ഷൻ, ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ട്, ഇവിടെ ഒരു പച്ചക്കറി കടയൊക്കെ ഉണ്ട്. എല്ലാവരും ഇരിക്കട്ടെ. എന്നാൽ അങ്ങോട്ട് വരാം. അപ്പോൾ അവരെ ഫോട്ടോയിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞ ഒരു പരാതി. എന്നാൽ പരാതി തീർത്താക്കാം. പേരെന്നാ? അജിത് കുമാർ. എന്നാ ചെയ്യുന്നേ? ഓട്ടോ. അതെ അല്ലേ? റിട്ടയർഡ് ആയപ്പോൾ ഓട്ടോറിക്ഷ. അത് നല്ലതാണ്, എന്തായാലും പണി ചെയ്ത് ചോദിക്കുന്നുണ്ടേ. അങ്ങനെയൊക്കെ ഞാനിവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ വന്നായിരുന്നേ. കട്ടപ്പന ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം പറഞ്ഞായിരുന്നു. അത് പറഞ്ഞപ്പോൾ അത് അന്ന് വരാൻ പറ്റിയില്ല, അതങ്ങനെ ഇന്ന് വന്നാ. ഉണ്ടല്ലേ? ആൻഡോ അച്ഛൻ്റെ ഒരു സുഹൃത്താണ്. അച്ഛനെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിലെ അച്ഛനില്ല, അച്ഛൻ്റെ വലിയൊരു അച്ഛനാണ്, മരിച്ചുപോയി. പള്ളിയുടെ ഒരു അനിയനാണ് അവിടെ താമസിക്കുന്നത്. അത് ശരി. ടൗണിൽ തന്നെ. ചിലപ്പോൾ കണ്ടാൽ അറിയായിരിക്കും. നമ്മുടെ പേരുന്ന് എൻ്റെ ഒരു വിനോ ഇടുക്കിന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടേ, അതിനകത്ത് വരും. ശരിയെന്നാ. അപ്പോൾ SBI ബാങ്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തോട്ട് വന്നാൽ നമുക്ക് ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് കേട്ടോ, അരയക്കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. വളരെ മനോഹരമായൊരു അമ്പലം. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു കുളമുണ്ട് ഇവിടെ. കണ്ടോ, വേറെ ഒരു നിറമായി വെള്ളത്തിന്, ഒരു ചുവപ്പ് കലർന്ന നിറം. അതെന്താണെന്ന് അറിയില്ല, പക്ഷെ വെള്ളം. അങ്ങനെ നമ്മൾ പെരുമ്പടത്തെ പള്ളി തപ്പിപ്പോവാം കേട്ടോ. ഈ ഒരു മെറ്റിലിട്ട വഴിയിൽ ആശുപത്രി പടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ ഒരു വഴിക്ക് പോകണമെന്നാണ് പറഞ്ഞത്. പള്ളി കാണുമോ നോക്കാം. കുറേ പോകണം. അപ്പോൾ ഈ മിറ്റിൽ വിട്ട വഴിയിൽ ഞാൻ മിറ്റിലായതുകൊണ്ടാണ് വണ്ടി എടുക്കാവുന്നത് കേട്ടോ. കുറച്ചുകൂടി ദൂരെ പോകണമെന്നാണ് പറഞ്ഞത്.
പഴയ കെട്ടിടങ്ങളൊക്കെ നോക്കി. ഇവിടെ നടന്ന് കാണാനും നല്ല രസമാണ് കേട്ടോ. സ്കൂട്ടർ എടുത്താൽ മതിയായിരുന്നു. അപ്പം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ പള്ളി? ഇങ്ങോട്ടായിരിക്കും അല്ലേ? ഇത് നോക്കി, ഇവിടെ നല്ല കൊന്നപ്പൂവൊക്കെ വീണോ നോക്കി, നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ പള്ളിയുടെ ആ ഒരു ഭാഗത്തേക്ക് എത്തി കേട്ടോ. കുറച്ച് നടക്കാൻ സ്കൂട്ടർ എടുത്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാനിപ്പോൾ ആ ഒരു കാര്യം ഒത്തിരി പറഞ്ഞല്ലേ. ഒരു ചെടി നോക്കി, നല്ല രസമുണ്ട് ഈ പൂക്കൾ കാണാൻ. ഒരു പള്ളി കാണാൻ വേണ്ടിയുള്ള നടപ്പാണ് ഗൈസ്. എന്താ ചെയ്യുക? അങ്ങനെ നമ്മൾ പള്ളിക്കലെത്തി കേട്ടോ. പെരുമ്പളം പള്ളി. ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം. ഇവിടെ എന്തോ പള്ളിയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ പള്ളി. നല്ല ഭംഗിയുള്ള പള്ളി. അതിൻ്റെ അപ്പുറത്ത് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. നമ്മൾ അമ്പലം കണ്ടു, മുസ്ലിം പള്ളി കണ്ടു, ക്രിസ്ത്യൻ പള്ളി കണ്ടില്ല. ഇപ്പോൾ കണ്ടല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ ഒരു ബോട്ടിയേട്ടിയൊക്കെ ഉണ്ടേ. സിമിത്തേരിയാണിത് പള്ളിയുടെ. ഈ ബോട്ടിയേട്ടിയിൽ നമുക്ക് കുറച്ച് കായൽ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടതാണ്. നല്ല കാറ്റ് ഇവിടുന്ന് അടിക്കുന്നുണ്ടേ. അത് ഞാൻ പറഞ്ഞു, ഇതിന് ചുറ്റോടിയിട്ടും വെള്ളമാണ്. ഓ, ഇവിടെ നിന്ന് നമുക്ക് ആ പാലം കാണാം കേട്ടോ. കണ്ടോ? നമ്മൾ അത്രയും ദൂരം ഇനി അതിലേ കറങ്ങി ആ പാലത്തിൻ്റെ അവിടെ ചെന്നിട്ട് വേണം ആ പാലം കടന്ന് അക്കരയല്ല. അപ്പോഴേ നമുക്ക് തിരിച്ച് പോകാം അങ്ങോട്ടെ വഴിയിലോട്ട്. അപ്പോൾ ഈ പള്ളി LC ആണെന്ന് പറയുക. LC എന്ന് പറഞ്ഞാൽ ലത്തീൻ കത്തോലിക്ക അല്ലേ, RC അല്ലേ LC. എന്തായാലും ആവട്ടെ, പള്ളിയല്ലേ. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് മെല്ലെ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. തെയ്യക്കടയും ചായക്കടയും നാരങ്ങാവെള്ളം അങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഏതായാലും ഒരു വെള്ളത്തിന് പറഞ്ഞു ഒരു ഉപ്പ് സോഡ കുടിച്ചിട്ട് പോയേക്കാമെന്ന് ചോദിച്ചു. ചേട്ടൻ നമുക്ക് ഉപ്പ് സോഡ കൊണ്ട് തന്നു. ചേട്ടൻ്റെ പേരെന്നാ ഏട്ടാ? എൻ്റെ പേര് അശോകൻ. അശോകൻ ഇവിടെ തന്നെ ഉള്ള ആളാണോ? ആശുപത്രിയുടെ വടക്കുവശം. നമുക്ക് ഈ വടക്കും തെക്കും പറഞ്ഞ ഒരു പിടിയും കിട്ടുക. അതാണ് കുഴപ്പം. റൈറ്റ് പോകണം അല്ലേ? വീട് അവിടെ അല്ലേ? ആശുപത്രി പഠിക്കുക കട. ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വന്നാ. എന്നാൽ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് പരിചയപ്പെട്ടൊക്കെ പോയേക്കാന്ന്. കട്ടപ്പന. ഈ പാലത്തിന്റെ ഉദ്ഘാടനം എന്നൊക്കെ 7-ാം തീയതി അല്ലായിരുന്നു? അന്ന് വരാൻ പറ്റിയില്ല. നമ്മുടെ 1-2 കൂട്ടുകാർ വേറെ വന്നായിരുന്നു. അതിനാ വഴി മൊത്തം ബ്ലോക്കായിരുന്നു അല്ലേ? നാട്ടം നൂപ്പാടല്ലേ ഞാനല്ലേ? പാലത്തെ കൂടെ നടക്കാമെന്ന് വെച്ചാൽ വെയിലും കൊണ്ടേ. എന്തായാലും ആണല്ലേ? ഇവിടെ പണ്ട് ഓരോ കല്യാണങ്ങൾ വന്നിട്ട് ഈ വള്ളത്തേലൊക്കെ വരുന്നതുകൊണ്ട് അത് മുടങ്ങി പോവുക. പിന്നെ അത് കഴിഞ്ഞ് കാലക്രമേണ ബോട്ടായി, പിന്നെ ജങ്കാറായി. അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഇപ്പൊ പാലം വന്നപ്പോഴാണ് അതിന്റെ രൂപത്തിലായത്. അപ്പൊ ആൾക്കാർക്ക് ഒരു സന്തോഷം കൊണ്ട് വരാനും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കാൻ ഒരു ഇതുണ്ട്. മറ്റേ വള്ളം വരുന്നപ്പോൾ ആൾക്കാർക്ക് പേടിയാണ്. അങ്ങനെയുണ്ടാവും. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 7-ാം തീയതി കൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം സാഫല്യമായി. അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ വണ്ടികളൊക്കെ പുറത്ത് പുസ്തകങ്ങൾ വരുന്നുണ്ട്, കച്ചവടക്കാർ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം വരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവിടെ പുരോഗമനമുണ്ട് 7-ാം തീയതി കഴിഞ്ഞപ്പോൾ. ഞാൻ നാരങ്ങാവെള്ളവും ഇതുകൊണ്ടോ ഇലയട എന്ന് പറയുന്നത്. ഇല അട നമ്മളവിടെയൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ ഒരു സീനറി ഉണ്ട് കേട്ടോ. ഓക്കെ, അവിടെ കുറച്ച് കൊക്കൊക്കെ ഉണ്ടേ. ആ വെള്ളത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് മീൻ പിടിക്കാനൊക്കെ. അപ്പോഴേ ഇന്നത്തെ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഞാനിങ്ങോട്ട് വരണമെന്ന് പ്രതീക്ഷിച്ചല്ലായിരുന്നു, അപ്രതീക്ഷിതമായിട്ട് വന്ന കേട്ടോ. അതായത് ഇവിടെ വന്നപ്പോൾ നഷ്ടമായില്ല. നല്ല മനോഹരമായ ഒരുപാട് കാഴ്ചകൾ, അതും വൃത്തിയുള്ള കാഴ്ചകൾ. വേസ്റ്റോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഇടിയില്ല കേട്ടോ. അപ്പം നമ്മളായിട്ട് ഇവിടെ കൊണ്ട് വേസ്റ്റൊന്നും ഇടരുതേ, കാരണം ഇവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇനിയിപ്പോൾ പാലമൊക്കെ കടന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് കടന്നു വരും. വെള്ളക്കുപ്പിയും ജ്യൂസ് കുപ്പിയും അങ്ങനെ പലതും വഴി കൂടെ ഒക്കെ വലിച്ചെറിയും. അങ്ങനെ ചെയ്യരുത്. ഇവർക്കൊരു പണി ഉണ്ടാക്കരുത്. ഇവിടെ വരിക, കാണുക, പോവുക. ഞാൻ ചേട്ടനൊക്കെ നേരത്തെ പറഞ്ഞ കേട്ടില്ലേ, ഇവിടെ നിന്നൊരു പെണ്ണിനെ കെട്ടിച്ചു വിടാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരുന്നേ. അപ്പം ഇപ്പോൾ പാലം കൂടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി സന്തോഷമായി. ഇനിയിപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കുറേ നടക്കുമല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങൾ വരേണ്ട ആ ഒരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ
ചേർത്തല വഴിയേ വരാവുള്ളൂ കേട്ടോ. നമ്മുടെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ഭാഗത്തുള്ളവരൊക്കെ അപ്പുറത്തെ വഴി കൂടെ ഒക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തൊടുപുഴയുള്ളവരാണെങ്കിലും ആ വഴിക്ക് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞങ്ങൾ വന്നപ്പോൾ അപ്പുറത്തൂടെ വന്നിട്ട് 10-30 കിലോമീറ്റർ ചുറ്റിക്കറങ്ങിയാൽ വന്നു. കൂടുതൽ 30 കിലോമീറ്റർ ഓടേണ്ടി വന്നു, വഴി അറിയത്തില്ലാത്തതുകൊണ്ട്. എന്തായാലും ഇവിടെ വന്ന് പറ്റാൻ പറ്റി. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാവേ.